കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇളകിമറിയുമ്പോൾ ചില രാഷ്ട്രീയ ഓർമ്മകളിലേക്ക് വാസ്തവം പോവുകയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തെ ഇളക്കിമറിച്ച നക്സലിസത്തിന്റെ ഉദയാസ്തമയങ്ങളെക്കുറിച്ചാണ് വാസ്തവം തിരിയുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാവോയിസ്റ്റുകൾ മാറിയിട്ടും കേരളത്തിൽ അതിന്റെ വേരുകൾ അറ്റു. ഇതിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ സമകാലിക രാഷ്ട്രീയ സന്ദർഭത്തിൽ ഒരു അനിവാര്യതയാകുന്നു. വിപ്ലവകാരിയുടെ കാൽപ്പനികതയിൽ നിന്നോ യുവത്വത്തിന്റെ സാഹസികതയിൽ നിന്നോ അല്ല ഇന്ത്യയിൽ മാവോയിസം ഉയർക്കൊണ്ടത്. ജന്മിത്വത്തിന്റെ ക്രൂരമായ ചൂഷണങ്ങളാണ് നക്സലൈറ്റ് വിസ്ഫോടനങ്ങൾക്ക് കാരണമായത്. പശ്ചിമ ബംഗാളിൽ നിന്ന് തുടങ്ങി രാജ്യമാകെ കത്തിപ്പടരുന്ന ഇടിമുഴക്കത്തിന്റെ വസന്തമായി അത് മാറി. സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുള്ള അന്താരാഷ്ട്ര സംവാദവും രാജ്യത്തെ അസന്തുലിത സാമൂഹികാവസ്ഥയും മാവോയിസത്തിന് കളമൊരുക്കി. ലോക വിപ്ലവത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നക്സൽബാരി മൂവ്മെൻറ്റ് വരുന്നത്. പാർട്ടിക്കകത്തെ തിരുത്തൽവാദ പ്രവണതകൾക്കെതിരായിട്ടുള്ള സമരം എന്നുള്ള നിലക്കാണ് നക്സൽബാരി മൂവ്മെൻറ്റ് വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കേരളത്തിലും വരുന്നു. ഉദയം ശരീരത്തിൻ്റെ ഇടതുവശത്ത് തന്നെയുള്ള ആരും നക്സലൈറ്റായി പോകുന്ന ഒരു കാലത്താണ് ഞങ്ങളുടെ യൗവനം. ലോകം മുഴുവൻ തിളച്ചു മറിയുകയായിരുന്നു. ഒരുപക്ഷെ ലോകത്തിലെ ആക്ടിവിസത്തിൻ്റെ ഹംസഗാനമായിരുന്നു ആ ദശകം എന്ന് പറയാം. അവസാനത്തെ ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ദശകമെന്ന് പറയാം. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം കോൺഗ്രസിൽ ജോസഫ് സ്റ്റാലിനെ തള്ളിപ്പറയാൻ ക്രൂഷ്ചേവ് തയ്യാറായതോടെ ചൈന കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. നേതൃത്വം റിവിഷനിസത്തിന് വഴിമാറിയെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യത്തെ വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ CPIM രൂപീകരിച്ചു. എന്നാൽ CPIM-ഉം വിപ്ലവപാത ഉപേക്ഷിച്ചു എന്ന ലൈൻ സ്വീകരിച്ചവരാണ് മാവോയിസത്തിന് തുടക്കമിട്ടത്. 1967 മെയ് 25-ന് പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ ചാരു മജുംദാറും കനു സന്യാലും നടത്തിയ സായുധ കർഷക മുന്നേറ്റമാണ് ഇതിന്റെ തുടക്കം. ഇതോടെ നക്സലൈറ്റുകൾ എന്നറിയപ്പെടാൻ തുടങ്ങിയ മാവോയിസ്റ്റുകൾ രാജ്യമെങ്ങും ചുവടുറപ്പിച്ചു. കുന്നിക്കൽ നാരായണനായി കേരളത്തിൽ മാവോയിസത്തിന്റെ ആദ്യമൂലകം. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നുവെന്ന് ആദ്യമായി ലോകത്തെ തുറന്നു പറയുന്നത് മാവോയിസത്തിനാണ്. അത് വസ്തുതകൾ വെച്ചിട്ടാണ് അത് റിവിഷനിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാർവദേശീയ രംഗത്ത് റഷ്യ ആശ്രയിക്കുന്നത് തെറ്റാണെന്ന്, പുത്തൻ ജനാധിപത്യ വിപ്ലവമാണ് ഈ രംഗത്ത് ആവശ്യമെന്നുള്ള ഒരു തിയറി മുന്നോട്ട് വയ്ക്കുകയും അത് CPI CPM വന്നിട്ടുള്ള ആ പ്രസ്ഥാനത്തിൽ വരികയും ഇവിടെ കർഷക സമരത്തിന് കർഷകരുടെ ജന്മിത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാവർത്തിക മാർഗങ്ങൾ CPM ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നായിരുന്നു ഈ കിസാൻ സഭയുടെ ബംഗാൾ ഘടകം കർഷക സമരം ഏറ്റെടുക്കുന്നത്. അത് കൃഷിഭൂമി പിടിച്ചെടുക്കുക, വിളകളെടുക്കുക, ഉന്മൂലനമായിരുന്നില്ല അതിൻ്റെ ആദ്യത്തെ സ്വഭാവം എന്ന് പറഞ്ഞത്. അത് അവിടെ നിന്നാണ് പിന്നീട് ഒരു സ്പ്ലിറ്റ് വരുന്നത്. ലോകം മുഴുവൻ മാറുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ലിബറേഷൻ തിയോളജി, ആഫ്രിക്കയിൽ ദലിത് പാന്തേഴ്സ്, നീഗ്രോ ബ്ലാക്ക് പാന്തേഴ്സ്, വിയറ്റ്നാമിൽ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സമരം, ഫ്രാൻസിലെ വസന്ത കലാപം, അമേരിക്കയിലെയും UK-യിലെയും കാമ്പസുകളുടെ ഉള്ള അലർച്ചകൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ലോകം ഇപ്പോൾ മാറുകയാണ്. ലോകം ഒരു വിപ്ലവത്തിലൂടെ കടന്നു പോകും. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും അവരുടെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഗ്രേറ്റ് ഹാർമണിയുടെ കാലം ഇതാ ആ തിരിവിനപ്പുറത്താണ് എന്ന് ലോകം വ്യാമോഹിച്ചിരുന്ന ഒരു കാലത്താണ് ഇന്ത്യയിൽ നക്സലൈറ്റുകളും വരുന്നത്. 1960-കളുടെ അവസാനത്തോടെ കേരളത്തിലെ മധ്യവർഗ ബുദ്ധിജീവികളിലും വിദ്യാർത്ഥികളിലും മാവോയിസത്തിന് വേരോട്ടം ലഭിച്ചു. നഗര കേന്ദ്രീകൃതമായ വിപ്ലവ പ്രവർത്തനത്തിന് പകരം ജന്മിത്വത്തിന്റെ വൈരുദ്ധ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റുകൾ പ്രവർത്തിച്ചത്. കർഷക മുന്നേറ്റത്തിലേക്ക് തൊഴിലാളികളെ ഉൾച്ചേർക്കാനും ഭൂവുടമകളെ ഉന്മൂലനം ചെയ്യാനുമുള്ള ചാരു മജുംദാറിന്റെ ലൈൻ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു. ആയുധങ്ങളെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എപ്പോഴും വിപ്ലവത്തിൽ. പക്ഷെ പ്രധാന പങ്ക് ആശയങ്ങളാണ് നിർവഹിക്കുന്നത്. ആശയം ഒരു ഭൗതിക ശക്തിയാകുന്നതിനെ സംബന്ധിച്ചാണ് മാർക്സിസ്റ്റ് ആചാര്യന്മാരും മാർക്സിസത്വവും വളരെ ഊന്നി പറയുന്നു. അത് അവർ ആശയം ശരിയായി ഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച പ്രശ്നമാണ് ആശയം ഭൗതിക ശക്തിയാകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്രമാത്രം അതിന്റെ ഉള്ളടക്കത്തിന് ഉള്ള ഗ്രാഹ്യതയോട് കൂടിയിട്ടായിരുന്നില്ല പ്രവർത്തനം. 1968 നടന്ന
പുൽപ്പള്ളി, തലശ്ശേരി ആക്ഷനുകളായിരുന്നു കേരളത്തിൽ നടന്ന ആദ്യ നക്സലൈറ്റ് ആക്രമണങ്ങൾ. കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഭരണകൂട സ്ഥാപനങ്ങൾക്കെതിരെ നടത്തിയ സായുധ കലാപമായിരുന്നു പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. തൊഴിൽ രഹിതരായ ബീഡി തൊഴിലാളികൾക്കൊപ്പം ചേർന്നാണ് തലശ്ശേരിയിൽ 1968 നവംബർ 20 ആക്രമണം നടത്തിയത്. എന്നാൽ 2 ആക്ഷനുകളും പരാജയമായിരുന്നു. എങ്കിലും തുടർന്നും അടിമപ്പണി ചെയ്യിച്ചിരുന്ന ജന്മിമാർക്കെതിരെ ആക്രമണങ്ങളുണ്ടായി. കുപ്രസിദ്ധരായ ഭൂസ്വാമിമാരെ വധിക്കുകയും സ്വത്തുവകകൾ ആദിവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. 1969 കുറ്റിയാടി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് കേരളത്തെ ഞെട്ടിച്ചു. 1970 തിരുനെല്ലിയിൽ ജന്മിമാർക്കെതിരെ ഉന്മൂലന പരമ്പര തന്നെ അരങ്ങേറി. പക്ഷേ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലും സമാന്തരമായി കരുത്താർജിച്ചു. കുന്നിക്കൽ നാരായണനും ഭാര്യ മന്ദാകിനിയും മകൾ അജിതയുമടക്കം പ്രമുഖരെല്ലാം അറസ്റ്റിലായി. വേലായുധനടക്കം പലരും കൊല്ലപ്പെട്ടു. വയനാട്ടിലെ ആദിവാസികൾക്ക് എതിർശബ്ദം പകർന്നു നൽകിയ വർഗീസിനെ പോലീസ് വെടിവെച്ചു കൊന്നു. ജീവനോടെ പിടികൂടിയ ശേഷം വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെടുത്തലുമുണ്ടായി.